ഹായ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ എന്താണെന്ന് കാണാം. 1 കപ്പ് റാഗിപ്പൊടി, 1 കപ്പ് ഗോതമ്പ് പൊടി, 2 ടീസ്പൂൺ റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും വെള്ളം ചേർത്തിട്ട് നല്ലോണം നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്ന ആ പദത്തിലേക്കൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് നേരിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മാവ് കുഴക്കാനാണെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റും പിന്നെ നല്ലോണം നമ്മൾ പൂരിൻ്റെ ആ ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഈ മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് കുറേ സമയമൊന്നും വെക്കാൻ പറ്റില്ല. രാഗിന് ഒരു പ്രത്യേകത ഇതുണ്ട്, പെട്ടെന്ന് നമുക്ക് ഹാർഡായി പോകും. അപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കാൻ പറ്റില്ല, അപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിക്കാനോ പറ്റുള്ളൂ. പിന്നെ ഈ മാവ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഒരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വിടാം. ഇനി നമുക്ക് ബൊമ്പായി ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കാണാം കേട്ടോ. ഒരു 1/2 കപ്പ് കടലപ്പൊടി എടുക്കുക, അതിലേക്ക് വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിലാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. കടായിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടായ ശേഷം കടുകും കറിവേപ്പില, ഒരു പച്ചമുളകാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. നല്ല അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു വലിയ സൈസ് സവാള ഇതിലേക്ക് ചേർത്തിട്ട് ഉപ്പും കുറച്ചിട്ടിട്ട് നല്ലോണം നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. ഉള്ളി നല്ലോണം വാടിയ ശേഷം നമുക്ക് തക്കാളി ഇട്ടിട്ട്, ഒരു തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഇട്ടിട്ട് നല്ലോണം അടപ്പ് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. തക്കാളി ഒന്ന് നല്ലോണം കുക്ക് ചെയ്ത ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. പച്ചമണം മാറിയ ശേഷം നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടലമാവിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം സിമ്മിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വെള്ളം കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ആ പച്ച മണം മാറുന്ന വരെ കുക്ക് ചെയ്ത് ഉപ്പ് കറക്റ്റാണോ നോക്കിയിട്ട് ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ, ബൊമ്പായി ചട്നി ഇവിടെ റെഡിയാണ്. കുറച്ച് മല്ലിച്ചപ്പും ആഡ് ചെയ്തിട്ട് മാറ്റി വെക്കാം. സെയിം നമ്മൾ പൂരി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് കട്ടി ഉണ്ടാവണം കേട്ടോ. ഇത് അത്രയും നമ്മൾ നൈസിൽ പരത്തി കഴിഞ്ഞാൽ ഒരു ഹാർഡ്നെസ് ഉണ്ടാവും. കുറച്ച് പഫിനെസ് ഒക്കെ ഉണ്ടാവാനാണെങ്കിൽ കുറച്ച് കട്ടിയിൽ നമ്മൾ ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് നമ്മൾ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ എണ്ണയിൽ പൊരിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഈ കോമ്പിനേഷൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് എല്ലാവരും കൂടി ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം പറയണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്